ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് അറിയാം. അത് ആരോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ കൂടെ വസിക്കുക. അപ്പം നമുക്ക് തിരിച്ചറിയണം, ഞാൻ ഉപവസിക്കുമ്പോൾ അത് ഞാൻ ആരോട് കൂടെയാണ് ഞാൻ വസിച്ചുകൊണ്ട് ഉപവാസം നടത്തുക. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തില് ആഹാബ് എന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഹാബ് രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിനോട് ചേർന്ന് നാബോത്ത് എന്നു പേരായ ഒരു മനുഷ്യന്റെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. ഈ മുന്തിരിത്തോട്ടം രാജാവിന് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയും ഈ മുന്തിരിത്തോട്ടം ഒന്ന് സ്വന്തമാക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. രാജാവിന്റെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ മുന്തിരിത്തോട്ടം കണ്ടിട്ട്, കാരണം രാജകൊട്ടാരത്തോട് ചേർന്ന ഈ മുന്തിരിത്തോട്ടം. അപ്പൊ ഇത് കണ്ടിട്ട് രാജാവിന് ആ മുന്തിരിത്തോട്ടത്തോട് ഭയങ്കര ഇഷ്ടം കയറിയിട്ട് ഇതെങ്ങനെയെങ്കിലും ഈ മുന്തിരിത്തോട്ടം ഒന്ന് സ്വന്തമാക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. രാജാവ് ഒരു ദിവസം നാബോത്തിനോട് ചെന്ന് ചോദിച്ചു, ഈ മുന്തിരിത്തോട്ടം നീ എനിക്ക് തരിക, എനിക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ. രാജാവിന്റെ വലിയ ആവശ്യം കേൾക്കണേ. രാജാവിന് പച്ചക്കറി കൃഷി ചെയ്യാൻ ലോകത്ത് വേറെ എങ്ങ് സ്ഥലമില്ല. ഈ പാവപ്പെട്ട മനുഷ്യന്റെ മുന്തിരിത്തോട്ടം തന്നെ വാങ്ങിയിട്ട് വേണം പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും മറ്റൊരുത്തിന്റെ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് സ്വന്തമായിട്ടുള്ളതിനെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് പുറത്ത് കാണുന്നതിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ രാജാവിന് വേറൊന്നും ചിന്ത വന്നില്ല, ഈ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചത്. അപ്പൊ ഈ നാബോത്ത് പറഞ്ഞു, ഒരു രാജാവേ, ഇതിന്റെ ഈ പിതാക്കന്മാര് തന്നതാണ്, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്വത്തായത്, ഇത് വിറ്റ് കളയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. രാജാവ് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ നല്ല മുന്തിരിത്തോട്ടം ഞാൻ തരാം. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടല്ലോ. ഇനി അതല്ല, നിനക്ക് വിലയാണ് ആവശ്യമെങ്കിൽ ഞാൻ നിനക്ക് വിലയും തരാം. പക്ഷേ ഈ നാബോത്ത് പറഞ്ഞു, ഇതെൻ്റെ അപ്പനും അപ്പന്മാരായിട്ട് തന്ന സാധന, അതങ്ങ് എന്നെ രക്ഷിക്കണം, ഇതങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. അങ്ങനെ രാജാവ് ചോദിച്ചിട്ട് രാജാവിന് ഈ നാബോത്ത് കൊടുത്തില്ല. ആഹാബ് രാജാവിന് ദേഷ്യമായി, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ക്രൂരധനായിട്ട് അദ്ദേഹം വന്ന് കൊട്ടാരത്തിൽ വന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ട് വന്ന് കിടന്നു. ഭക്ഷണമൊന്നും കഴിച്ചില്ല. എല്ലാവരോടും ഭയങ്കരമായിട്ട് കലിപ്പായി, ദേഷ്യമായിട്ട്. അങ്ങനെയല്ലേ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇറങ്ങിയിട്ട് നടക്കാതെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കലിപ്പെല്ലാം കൂടി ആരുടെ അടുത്ത് തീർക്കുക? ഇത് മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ അടുത്ത് നമ്മൾ ഈ കലിപ്പ് തീർക്കും. ജോലിയുള്ളവരാണെങ്കിൽ ജോലി സ്ഥലത്ത് തീർക്കും, അല്ലേ? നമ്മുടെ സബോർഡിനേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മുടെ കലിപ്പ് തീർക്കും. അപ്പോൾ ഈ രാജാവ് തന്നെ കലിപ്പെല്ലാം കൂടെ വന്ന് രാജകൊട്ടാരത്തിൽ വന്ന് രാജകൊട്ടാരത്തിലുള്ളവരോട് തീർത്തു. അപ്പോൾ ഭാര്യ ജസബല ഇത് കണ്ടിട്ട് വന്നിട്ട് രാജാവിനോട് ചോദിച്ചു, അങ്ങെന്താ ഇങ്ങനെ കിടന്ന് കോപിക്കുന്നു, അങ്ങേക്ക് എന്നാ പറ്റിയത്? അപ്പോൾ ഭാര്യയോട് രാജാവ് പറഞ്ഞു, നമ്മുടെ തോട്ടത്തിനോട് ചേർന്ന്, നമ്മുടെ കൊട്ടാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ആ നാബോത്തിന്റെ ആ മുന്തിരിത്തോട്ടം ഇല്ലേ, അത് കുറെ നാളായിട്ട് എന്നെ അങ്ങോട്ടെങ്കിലും ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുക. അതെനിക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം. ഞാൻ ഇന്ന് അയാളോട് ചോദിച്ചു. ഞാൻ രാജാവൊക്കെ അല്ലേ, ചോദിച്ചു കഴിയുമ്പോൾ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അയാൾ എനിക്കത് തന്നില്ല. എനിക്ക് അതിൻ്റെ ദേഷ്യം, അതിൻ്റെ കലിപ്പ. അപ്പൊ ഈ ജസബല പറഞ്ഞു, നിങ്ങൾ എന്തൊട്ട് രാജാവാ മനുഷ്യനെ? നിങ്ങൾ ഈ ഒന്നുമല്ലേ, ഈ നാട് ഭരിക്കുന്ന രാജാവല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് എഴുന്നേറ്റ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ ഊർജ്ജസ്വന, നിങ്ങൾക്ക് ഞാൻ ആ സ്ഥലം മേടിച്ചു തരും. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞ ചില്ലറ ബുദ്ധിയൊന്നുമല്ല. രാജാവിന് ഭാര്യയുടെ വാക്ക് കേട്ട് രാജാവിന് സന്തോഷമായി. ഭാര്യ ജസബല്ല
രാജാവിൻ്റെ മുദ്രയും അധികാരവുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിളംബരം നടത്തി. ഈ നാബോത്തിനോട് കൂടെ ആയിരുന്ന ആ ദേശത്തെ കുറെ ആളുകൾക്ക് കത്തയച്ചു. രാജാവിൻ്റെ മുദ്രയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കണം. ഇതിനു വേണ്ടി ഈ നാബോത്ത് രാജാവിനെതിരെയും ദൈവത്തിനെതിരെയും പാപം ചെയ്തു. അതുകൊണ്ട് ദൈവ കോപമുണ്ടാകും. അതുകൊണ്ട് എന്ത് വേണം? ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ദേശത്തുള്ള പ്രമുഖന്മാരെ എല്ലാം വിളിച്ചു ചേർക്കാൻ രാജാവിൻ്റെ മുദ്ര ഉപയോഗിച്ചുകൊണ്ട് ജെസബെൽ കത്തയച്ചു. അങ്ങനെ വിളിച്ചു ചേർത്തു. ഈ നാബോത്തിനെ കൊണ്ടിരുത്തി, ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, ഈ നാബോത്ത് 2 കള്ളസാക്ഷികളെയൊക്കെ ഒരുക്കി വെച്ചിട്ട് പറഞ്ഞു, നാബോത്ത് രാജാവിനെതിരെയും ദൈവത്തിനെതിരെയും തിന്മ പറഞ്ഞിരിക്കുന്നു, പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ നാബോത്തിനെ നഗരത്തിന് പുറത്ത്, പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ഈ പ്രമുഖർ കൂടി തീരുമാനമെടുക്കുകയും ഈ നഗര കവാടത്തിന് വെളിയിൽ കൊണ്ടുപോയി നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവർ ഈ ഉപവാസം എന്തിനു വേണ്ടിയാണ് പ്രഖ്യാപിച്ചത്? സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ, സ്വന്തം കാര്യത്തിനു വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഉപവാസം പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ രാജാവിന് ഈ നാബോത്തിനെ കൊന്ന് ഈ മുന്തിരിത്തോട്ടം ഈ ആഹാബ് രാജാവ് സ്വന്തമാക്കി. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? മുന്തിരിത്തോട്ടം നിങ്ങൾക്ക് കിട്ടി. ഇത് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് വില കൊടുക്കേണ്ടി വന്നില്ല, പകരം മുന്തിരിത്തോട്ടം കൊടുക്കേണ്ടി വന്നില്ല. കണ്ടോ, ഇത് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. പ്രവാചകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നീ പാപം ചെയ്തിരിക്കുന്നു, നീ പാപം ചെയ്തിരിക്കുന്നു. നീയും നിന്റെ തലമുറകളും നിന്റെ മക്കളും സന്താനങ്ങളും തെരുവിൽ കിടന്ന് നിന്റെ മക്കളുടെയും നിന്റെയും രക്തം നായ്ക്കൾ ഊറ്റി കുടിക്കും. രാജാവിന് ഇത് കേട്ടപ്പോൾ ആകെ വിഷമമായി. രാജാവിന് വിഷമമായിട്ട് ആകെ രാജാവ് നിരാശനായിട്ട് ആഹാബ് ഇത് കേട്ടിട്ട് തൻ്റെ വസ്ത്രമെല്ലാം കീറി ചാക്കുടുത്ത് അവിടെയാണ് രാജാവ് മറ്റൊരു ഉപവാസം. ആദ്യം പ്രഖ്യാപിച്ച ഉപവാസം എന്തിനു വേണ്ടിയായിരുന്നു? ആദ്യം പ്രഖ്യാപിച്ച ഉപവാസം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയെങ്കിൽ ഇവിടെ രാജാവ് തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ചാക്കുടുത്തു, വസ്ത്രം കീറി, ചാരം പൂശി രാജാവ് നിലത്ത് കിടന്ന് ഉറങ്ങുകയും തല താഴ്ത്തി നടക്കുകയും ചെയ്തു. സ്വയം എളിമപ്പെടുത്തി. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തുക ഉപവാസത്തിൻ്റെ മറ്റൊരു തലമാണ്. എളിമപ്പെടുക എന്നുള്ളത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഉപവസിക്കേണ്ടത്. നമ്മൾ എളിമയുടെ തലത്തിലേക്ക് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ് ഉപവാസത്തിന് ലക്ഷ്യം വെക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപവസിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ അഹങ്കാരത്തെ, നമ്മളിലുള്ള ഞാൻ എന്ന ഭാവത്തെ, നമ്മുടെ അഹത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം ശൂന്യരായി സ്വയം എളിമയുടെ തലത്തിലേക്ക് മാറണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല ഉപവാസം. യെശയ്യാ 58 നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഉപവസിച്ചതെന്ന് പ്രവാചകൻ പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതല്ല യഥാർത്ഥ ഉപവാസത്തെ കുറിച്ച് പറയുക. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്, ഏതെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാകരുത്, സ്വയം നേട്ടത്തിന് വേണ്ടിയാകരുത്. നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്ന, ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ ഒരു തലത്തിലേക്ക് മാറണമെങ്കിൽ നമ്മളിലുള്ള നമ്മളിലുള്ള അഹങ്കാരം, നമ്മളിലുള്ള സ്വാർത്ഥത അതെല്ലാം ഉപേക്ഷിച്ച് വേണം നമ്മൾ ഉപവസിക്കാനായിട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉപവാസത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ഏതെല്ലാം തരത്തിൽ നമ്മൾ ഉപവസിക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ, ഈ ഉപവാസത്തിൻ്റെ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും എളിമയുടെ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് സ്വയം എളിമയുടെ തലത്തിലേക്ക് മാറി നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി